ഹായ് ഫ്രണ്ട്സ്, കുറച്ചു കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട്സിനെ കാണുന്ന മീറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മള് ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയി ഔട്ടിംഗ് ട്രിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോരുത്തരും ഫാമിലിയും കാര്യങ്ങളൊക്കെ അവർ ജോലി തിരക്കുകളായപ്പോ എല്ലാവരും അബ്രോഡും അല്ലാതെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോയി തമ്മിൽ കാണാനും മീറ്റ് ചെയ്യാനും ഇപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ സാധാരണ ഫ്രണ്ട് മീറ്റപ്പ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഒത്തുകൂടും നമ്മൾ എവിടെയെങ്കിലും ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സിലായിരിക്കും നമ്മൾ സാധാരണ പോകുന്നത്. ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാടൻ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ത് ഫുഡ് നമ്മൾ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ആർക്കും നോൺ വെജ്, അതായത് മീറ്റ് വേണ്ട, ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്കൊരു ഫിഷ് പിടിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഫിഷ് റെസിപ്പീസിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഫിഷിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ പറയാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാല് നമ്മൾ സെയിം ഗ്രേവി തന്നെ രണ്ട് ഡിഫറെന്റ് റെസിപ്പി ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതേപോലെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. ആക്ച്വലി ഓൾറെഡി നമ്മുടെ വീഡിയോയില് നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ഫിഷ് റെസിപ്പീസിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തതൊന്ന് കയറി കണ്ടു നോക്കി. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വീട്ടിൽ പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടും നമ്മുടെ മീനും എല്ലാം കഴുകി നമ്മൾ അടിപൊളി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ ഇട്ട് ഒന്ന് ചതയ്ക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പം ആദ്യമേ ഇത്രയും സാധനം എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ മീൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനം എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കിട്ടും, ചെറിയ ജീരകമല്ല പെരിഞ്ചീരകം. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് നമ്മുടെ ഈ കൂട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ മിക്സാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത്. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ച് നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ കൂട്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഫിഷ് ഫ്രൈ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത് നമ്മുടെ പുളി, നമ്മുടെ സാധാരണ നമ്മൾ പിഴിപുളി എന്ന് പറയില്ല, ആ പിഴിപുളി നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ നാരങ്ങ നമ്മളിതിനകത്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. അരിപ്പൊടിയാണ് നമുക്ക് ഇതിൻ്റെ മീനിൻ്റെ ക്രിസ്പീനെസ്സും കാര്യങ്ങളും തരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്തിട്ടിട്ട് നല്ലതുപോലെ ഈ ഒരു മസാലക്കൂട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ റെക്കോർഡാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഈ ഒരു മസാലക്കൂട്ട് പോലെ മിക്സാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിന് മിക്സാക്കി എടുത്താൽ നമുക്ക് അരിപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആ വെള്ളം ഇങ്ങനെ വലിഞ്ഞു പോകാനുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒന്ന് ലൂസാക്കി നമ്മൾ മസാല തേച്ച് എടുത്താൽ മതി. അപ്പം നല്ലപോലെ മസാലയൊക്കെ മിക്സാക്കി അടിപൊളിയായിട്ട് കുറച്ച് നമുക്ക് സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ എടുക്കാം. നമ്മളെടുത്തിരിക്കുന്നത് കട്ട്ലയും റോഹുമാണ് നമ്മളെടുത്തേക്കുന്നത്. നമ്മൾ നല്ലതുപോലെ കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട്. തലയും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് ഭംഗിക്ക് വേണ്ടി നിങ്ങൾക്ക് അകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം നല്ലതുപോലെ നമ്മൾ അകത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ഇങ്ങനെ വളർത്തി മീനിൽ പുഴ മീൻ, കായൽ മീനും മേടിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ വാഷ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ചെളിയുടെ ടേസ്റ്റ് വരും, അപ്പം ചെളിയുടെ മണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് നല്ലതുപോലെ തേച്ച് വരച്ച് കഴുകുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഇട്ടിരിക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു മണം നമുക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലതുപോലെ കഴുകിയ മീൻ നമ്മൾ വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ വരയിട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മസാല ഉള്ളിലേക്ക് കയറാനായിട്ട് ഭയങ്കര പാടായിരിക്കും. മസാല അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നല്ലതുപോലെ വരയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മസാലയും കാര്യങ്ങളും നല്ലതുപോലെ ഈ ഒരു മീനിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ വാഷിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത്. കഴുകുന്നത് നല്ലതുപോലെ നിറയെ വെള്ളത്തിൽ നമ്മളിങ്ങനെ കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ മീൻ വെച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തൊരു ചേറിൻ്റെ മണം നമുക്ക് വരാനായിട്ട് സാധ്യത കൂടുതലായിരിക്കും. അപ്പം നമ്മൾ അതിനൊരു അവസരം ഉണ്ടാക്കാതെ നല്ലതുപോലെ നമ്മളിതിനകത്തേക്ക് ഈ ഒരു മസാലയും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൊണ്ട് വെക്കുന്നത്. എൻ്റെ ഇപ്പോൾ സംഗതി കയ്യിലില്ലാതെ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മല്ലിയില നമുക്ക് ഇതിനകത്ത് ആ വയർ കീറിയ ഭാഗത്ത് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മളിതിനകത്ത് വെക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് മല്ലിയില കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മല്ലിയില വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും.
അങ്ങനെ നമ്മൾ ഈ ഒരു മീനിലേക്ക് ആദ്യത്തെ മീനിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചുകൊണ്ട് നമ്മൾ മസാല തേക്കുന്ന മീൻ നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടിലും നമ്മൾ മസാല തേക്കുന്ന ഒരു കട്ട്ലയും റോഹും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മീൻ നമ്മൾ തേച്ച് മാറ്റി വെച്ചിട്ട് അടുത്ത മീൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പൊള്ളിച്ചെടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഒന്ന് നമ്മൾ വേറൊരു ഗ്രേവി ആയിട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 രീതിയിലാണ് ഈ ഒരു ഗ്രേവി തീരെ നമ്മളിങ്ങനെ ആ ഒരു ഇങ്ങനെ പുഴ മീനൊക്കെ നമ്മൾ അധികം ഗ്രേവി ഇങ്ങനെ ഓടി നടക്കത്തില്ല. കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു ഗ്രേവി ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 മീൻ മസാലയൊക്കെ തേച്ച് ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ മസാല ഒന്ന് പിടിക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കി നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം. അത് റെസ്റ്റിന് ഇരിക്കുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിച്ചിരി വലിയ കുരുളിയിൽ നമുക്ക് ഈ മീൻ വെച്ച് മൊത്തത്തിൽ പൊരിച്ചെടുക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സെല്ലാം വന്നിട്ട് ഒരലമ്പും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്നതൊന്നും അങ്ങനെ ക്ലിയർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരുടെയും പല സംസാരവും പല കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ ഉണ്ട്. അതിനോടൊപ്പം ഞാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീൻ നല്ലതുപോലെ ഒരു സൈഡൊന്ന് പൊള്ളി നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം മീനിൻ്റെ ഇങ്ങനെ തോല് പൊളിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാര്യമാക്കുന്ന ഈ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ വരുമ്പോൾ തന്നെ അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ നമ്മളിത് പൊള്ളിക്കാനും കറി വെക്കാനായതുകൊണ്ട് നമ്മൾ വലിയ സീരിയസ് ആയി എടുക്കണ്ട. ഏകദേശം നമ്മൾ 2 സൈഡ് മീനൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ എടുത്താൽ മതി. പിന്നെ നമ്മളിതിനിടയിൽ ഓരോരുത്തർ വരുന്നുണ്ട്, നമ്മളെ കമൻസ് പറയുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ നമ്മൾ ചോറും നമ്മൾ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടി പിന്നെ മോര് കാച്ചിയത് അപ്പോൾ അങ്ങനത്തെ പരിപാടികളും തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സൗണ്ടിന് ഒരു കുറവും കാണത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി അതൊന്നും മുറിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ മീൻ പ്രിപ്പറേഷൻ കൊടുത്ത് കിടപ്പുള്ളത് നമുക്ക് നമ്മൾ വാലും തലയൊക്കെ വെച്ചിട്ടുണ്ട്. മീനിൻ്റെ ഒരു സൈസ് കാണാനും അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഫുൾ ലെങ്ത്തിലങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മീനൊക്കെ വറുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് മറക്കട്ടെ. നമ്മൾ മീൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് വെക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇതിൻ്റെ ഒരു മസാല കൂട്ട്, അതായത് നമ്മൾ കറി വയ്ക്കാനും നമ്മൾ റോസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പൊള്ളിച്ചെടുക്കാനുള്ള ഒരു മസാല കൂട്ട് തയ്യാറാക്കുന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു മീനിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തില്ല. കണ്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫിഷിൻ്റെ റെസിപ്പീസ് ഉണ്ട്. കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, അപ്പോൾ കണവയുണ്ട്, പിന്നെ നമ്മൾ നെയ്മീനുണ്ട്, പിന്നെ മീൻ വറുത്തരച്ചത്, അങ്ങനെ ഒത്തിരി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മൈ കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒന്ന് ചടപടയിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മീനിൻ്റെ വെറൈറ്റി റെസിപ്പീസ് കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി മീനത് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഇടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി സവോളയും അങ്ങനെ അരിഞ്ഞ് തന്നെ ചതച്ചതാണ് കൊടുക്കുന്നത്. ലേശം ഒന്ന് ടേസ്റ്റാക്കി ചതയ്ക്കും. അപ്പം ആ ഗ്രേവി കുറച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയാണ് ചതച്ച് സവോള നമ്മൾ കുറച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സവോളയുടെ മധുരം കാണത്തില്ല. നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് അങ്ങനെ ചെറിയ ഉള്ളി ചേർത്ത് നമ്മളതിനകത്ത് നല്ലതുപോലെ വഴറ്റുക. അത് നല്ലപോലെ വഴറ്റി എടുത്തതിന് ശേഷം അത് ആ സവോളയുടെ അല്ലെങ്കിൽ ആ ചെറിയ ഉള്ളിയുടെ രണ്ടും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു പച്ചമണം മാറി വരുന്നവർ നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മൾ മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ടുന്ന വേറെ എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത മസാല കൂട്ട് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് നല്ല മിക്സിയിലടിച്ച് നമ്മൾ തക്കാളിയുടെ ആ ഒരു പൾപ്പ് നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മസാല കൂട്ട് ഞാൻ അതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടതിനകത്ത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എററായി പോയതാണ്. അപ്പം നമ്മൾ ആ മസാലക്കൂട്ട് ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന കാര്യം ഞാൻ സൈഡിൽ ഒരു എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റ് കൊടുത്തേക്കാം. ബാക്കി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിന് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് കറക്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതനുസരിച്ചൊന്ന് എന്താ സാധനങ്ങളൊന്ന് കയറ്റി കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പച്ചവെള്ളമല്ല, ഇച്ചിരി ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. നമ്മൾ ഈ ഒരു മസാലയൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് ഈ മസാല ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാത്രം ശകലം വെള്ളം ഒഴിച്ച്. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്കെന്താ കുറച്ച് മസാല നമുക്ക് ഇതിനകത്ത് മാറ്റിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ 1-ാം പാലാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ എന്താ പറയുക പൊള്ളിക്കാനുള്ള മസാല എടുത്ത് മാറ്റാൻ വേണ്ടി പോവാണ്.
അപ്പോൾ നമ്മളതിലേക്ക് ഒരു 1/4 പാൽ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒത്തിരിയും ചൂടാക്കണ്ട. കാരണം പൊള്ളിക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട്. വേറൊരു തൈരിൻ്റെ മോഡൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലെത്തും. അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. 1/4 പാൽ നല്ല കട്ടിപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല കോരി മാറ്റാം. ഇതിപ്പോൾ നമ്മൾ വേറെ ഗ്രേവിയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നിങ്ങൾ പൊള്ളിക്കാൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ മാത്രം ചെയ്ത് ഇവിടെ വെച്ച് നിർത്തുക. ഓക്കെ. അപ്പോൾ നമ്മൾ മസാല കോരി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 പാലില്ല, നമ്മൾ അല്ലാതെ 1/4 പാൽ ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഒരു ഗ്രേവി ആയി കിട്ടും. ഇത്രയാണ് നമുക്ക് ഇപ്പം തൽക്കാലം ചെയ്യുന്നത്. അപ്പം പൊള്ളിക്കാനുള്ള മസാല നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ ഫിഷ് ഗ്രേവിക്കുള്ള മസാലയാണ് നമ്മളിപ്പം ഇപ്പം തയ്യാറാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു മസാല ഒന്ന് തിള വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനിന് തിളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ തിള വരുന്നുണ്ട് നമ്മുടെ ഗ്രേവിയിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഏത് മീനാണോ, കട്ട്ലയാണോ, റോഹു ആണോ, ഏത് മീനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇറക്കി കൊടുക്കാം. ഓക്കെ. നമുക്ക് ഈ ഒരു ഗ്രേവി തന്നെ ഏത് മീനും ചെയ്യാൻ കേട്ടോ. ഞാനിപ്പം 2 മീൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു തന്നുണ്ട്. നമുക്ക് ഏതൊരു മീനിലും ഈ ഒരു സെയിം ഗ്രേവി നമുക്ക് ഫോളോ ചെയ്ത് പോകുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല കിട്ടിയ ടേസ്റ്റുള്ള ഗ്രേവിയാണ്. ഏത് മീനും ഇച്ചിരി കട്ടി മീറ്റുള്ള മീൻ ഏതും നമുക്ക് ഇതിൽ പോകും. അപ്പോൾ നമുക്ക് കിട്ടിയതിന് ശേഷം ഒന്ന് മറച്ചു കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമല്ലേ ആവത്തുള്ളൂ. ഒന്ന് മറച്ചു കൊടുക്കാം. കാരണം ഗ്രേവി ഇട്ടതിന് ശേഷം അധികം നമ്മളിട്ട് ഇളക്കുന്നത് അത്ര ഒരു നല്ല പരിപാടിയില്ല. അപ്പോൾ നമ്മൾ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അത് ഇൻസ്റ്റൻറ്റ് പരിപാടിൻ്റെ ഒരു സ്പൈസ് ടേസ്റ്റ് ആഡ്നർ എന്ന രീതിയിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച പേസ്റ്റാണ്. നമ്മൾ കാഷ്യൂ പേസ്റ്റാണ് ഇതിനകത്ത് ആഡ്. അപ്പം ഈ ഒരു മീൻ നല്ല റിച്ച്നെസ് കിട്ടും. നമ്മളൊരു ക്രീമി സ്ട്രക്ചർ കിട്ടും. അതിൻ്റെ ടെക്സ്ചർ ടേസ്റ്റിങ് കിട്ടും. അപ്പം നമ്മൾ ആ ഒരു മസാലയ്ക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മീനിന് മൊത്തത്തിൽ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീനല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീൻ. അപ്പോൾ ആ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. ഒരു കുറുകുറുപ്പും നല്ലൊരു പ്രത്യേക ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ നമ്മൾ കാഷ്യൂ പേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ മീൻ കറിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഏറ്റവും ടോപ്പിൽ കുറച്ച് നമ്മളെ കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി. കാരണം എരിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് പാകമാണ്. നമ്മൾ ഉപ്പ് കറക്റ്റ് നോക്കിയിട്ടുണ്ട്. അതെല്ലാം ഇത് ഫൈനൽ ഇറക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ബാക്കി എല്ലാം എവറിത്തിങ് പക്ക സെറ്റാണ്. ആയിട്ട് നമുക്ക് മസാല ഒന്ന് മിക്സ് ആയി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിന് ബാക്കിലൊരു കാര്യം മറന്നു പോകരുത്. നമ്മൾ പൊള്ളിക്കാൻ വെച്ചേക്കുന്ന മീനിൻ്റെ കാര്യം നിങ്ങൾ വിട്ടു പോകരുത്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ പൊള്ളിക്കുന്നതിലേക്ക് പോകണം. അപ്പം നമ്മൾ ഫൈനലായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കും. അപ്പം ഗ്രേവി എന്ന് പറയുമ്പോഴത്തേനും ഒത്തിരി ലൂസ് ഗ്രേവിയല്ല ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊന്ന് ചൂടാക്കി ഗ്രേവി ഒന്ന് ടൈറ്റാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ മീനെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇരുന്നാൽ ആ ഗ്രേവി തീരെ അങ്ങ് കുറുകിപ്പോകും. അപ്പം നമുക്കൊന്ന് പതുക്കെ മാറ്റാം. നല്ല എന്താ പറയുക, ഡെലിക്കേറ്റ് ആയിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എന്താ പൊട്ടിപ്പോകും. നമുക്ക് ആ മുഴുവനെ കിട്ടത്തില്ല. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഇവനെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് സെർവ് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ച് ഫില്ലാക്കി എടുക്കാം. ഇപ്പത്തിന് ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടോ? ഞാൻ എന്തായാലും കൊതി വരുന്നില്ല എന്ന് പറയണ്ട. എന്നാലും കാണുമ്പോൾ നമുക്ക് നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ പൊളിക്കും. നമുക്ക് വേറെ കറിയൊന്നും വേണം. അത് ഇവ മാത്രം മതി. ഇത് കാത്തു കുറേ 3-4 വയറന്മാരിരിപ്പുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ച് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോകണം. പുള്ളിക്ക് ഞാനിപ്പം അല്ലാതെ കുറച്ച് മീനും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ വലുത് മീൻ നമുക്ക് വെക്കാൻ സൗകര്യമില്ലാത്തത് ഞാൻ കുറച്ച് മീൻ ചെറുത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ മസാല ഇട്ടു. മസാല ഇട്ടതിന് ശേഷം നമ്മൾ ആ വലിയ മീന് പകരം നമ്മളൊരു ചെറിയ മീനിനകത്ത് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. മറ്റേത് വലുത് ഓൾറെഡി നമ്മൾ പൊള്ളിച്ച് പോയി. അപ്പം ഇതിൻ്റെ രീതി ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മസാല ഇട്ടു, ചെറിയ മീൻ വെച്ചു. ഇത് നമ്മുടെ പാംഫ്ലെറ്റാണ് വെച്ചേക്കുന്നത്, നമ്മുടെ ആവോലി. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യമേ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച മസാല അല്ലേ, അത് നല്ലപോലെ ഒന്ന് ഈ മീനിലൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് 2 കീറ് തക്കാളി, 2 സ്ലൈസ് തക്കാളി വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഒക്കെ ആഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത്രയും വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് മല്ലിയില വെക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് കൂട്ടുക കുറക്കുക എന്നുള്ളത് ഇത്രയും ചെയ്തിട്ട് നമ്മളിവിടെ റാപ്പ് ചെയ്ത്, ഇത് നമ്മൾ വലിയ മീനാണ്, നമ്മൾ സവാളയും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു നമുക്ക് വെക്കുന്നത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൊച്ചു മീനിൽ കാണിച്ചത്. എന്നിട്ട് നമ്മൾ
അത് പൊതിഞ്ഞെടുക്കുക. ഒരു 3-4 ലെയർ ഇല ഇട്ടുള്ളൂ. കാരണം മീൻ വലുതായതുകൊണ്ട് ചിലപ്പം ഇല പൊട്ടി പോകണം ചാൻസ്. അപ്പോൾ നമ്മൾ 3-4 ലെയർ ഇല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സേഫ് ആയിട്ടിരിക്കും. നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ നമുക്ക് അലുമിനിയം ഫോയിലിൽ അവനെ ചുറ്റിയെടുക്കാം. അലുമിനിയം ഫോയിലിൽ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും പേടിക്കണം. ഇല പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫോയിൽ ചുറ്റിയെടുക്കാം. അത് നമുക്ക് റിസ്ക് ഫാക്ടർ കുറയ്ക്കാം. ഫോയിൽ നല്ല ഒരു 1-2 ഫോയിൽ കൂടെ ചുറ്റി കൊടുക്കും. കാരണം നമ്മൾ തീയിൽ വെക്കുമ്പോഴത്തേനും പൊട്ടിപ്പോരുതല്ലോ. പിന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രേവിയും പോയി, എല്ലാം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അത് നമ്മൾ അധികം ബേക്ക് ചെയ്യുമ്പോൾ ആ ചൂട് നിന്നിട്ടാണ് ബാക്കി സെറ്റ്. അപ്പം ചൂട് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേവി പൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു എസൻസും ഫ്ലേവറും ഒക്കെ മീനിൽ നിന്ന് പോയി പോകും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ റാപ്പ് ചെയ്ത് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഏകദേശം പൊള്ളിക്കാൻ വേണ്ടി സെറ്റാവും. സെറ്റായിട്ടില്ല. അതുപോലെ നമ്മൾ ആ ഗ്രേവി കഴിവ് നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ മീൻ അതിനകത്ത് വെക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളൊരു കല്ലിൽ എല്ലാം നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിത് ഗ്യാസും അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം വിറകടുപ്പിലാണ്. അപ്പോൾ ഒരു നാടൻ ആ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളെല്ലാം വിറകടുപ്പിൽ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കല്ല് വെച്ചുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച മീനിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ ആ കല്ലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ മീൻ കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടും. നമ്മൾ ആ കല്ല് ചൂടായതിനു ശേഷം നമുക്ക് ആ മീൻ നമ്മൾ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെച്ച് നമ്മൾ മീൻ എടുത്ത് വെച്ച് ചൂടാക്കുക. ഒരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ മീൻ നല്ലതുപോലെ ചൂടാവും. തീ ഇച്ചിരി കൂടുതലിട്ട് ഒന്നും പേടിക്കണ്ട. അപ്പോൾ നമ്മൾ ആ ചൂട് നല്ല മീനിനകത്ത് നല്ല ചൂട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഒന്ന് ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്. മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു, മസാല അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ചൂട് കയറി ഇലയൊക്കെ ഒന്ന് വാടി, ആ വാട്ടിയ വാഴയില, വെളിച്ചെണ്ണയുടെ മണം, പിന്നെ നമ്മുടെ ആ മസാലക്കൂട്ട്, ഇതെല്ലാം വരുമ്പോഴത്തേനും ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് നമ്മുടെ മീൻ പൊള്ളിച്ച് തരുന്നത്. അപ്പം നമ്മൾ മറ്റേത് മീൻ റെസിപ്പി ചെയ്താലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റും അതാണ്. മീൻ പൊള്ളിച്ചതിന് എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിസോർട്ട്സിലൊക്കെ പോയാലും അവർ ഒരു എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ചെറുതായിട്ട് ചൂടുണ്ട്. എന്താ മണം! ഓഹോ, അതിലേക്ക് വാടി വന്നപ്പോഴത്തേനും സംഗതി പൊളി. ഓ, കിടിലം. നമുക്കിനി വെയിറ്റ് ചെയ്യുന്ന സമയമൊന്നുമില്ല. നമ്മളെ ഈ ഒരു പൊള്ളിച്ചതും നമ്മുടെ ഫിഷ് കറി, പിന്നെ നമ്മുടെ ചോറ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെർവ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ചട്ടപ്പടയെന്ന് പറയാം. കാരണം ഇനി വെച്ച് താമസിപ്പിച്ചാൽ നമുക്ക് പറയാനുള്ളൊരു ക്ഷമ കിട്ടത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ മീൻ എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് പയറ് മെഴുക്കുവരട്ടിയുണ്ട്, പയർ മെഴുക്കുവരട്ടി. പിന്നെയുള്ള വേറെ ഉള്ളത് നമുക്ക് അവിയൽ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ചോറ്. ഇത്രേ ഉള്ളൂ നമുക്ക് കഴിക്കാണ്ട്, വേറെ ഒന്നുമില്ല. അതാണ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാലഡും കൂടെ എടുത്തുന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിന് ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇത്രയായിട്ട് 2 വയറന്മാരും കാത്തിരിപ്പുണ്ട്. പിന്നെ നമുക്ക് വേറെ ആൾക്കാർക്ക് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് നമ്മുടെ ഉച്ചയൂണിന് തകർക്കാനുള്ള ശ്രമം. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ഇതൊരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഫാമിലി ആരെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ വരുന്നുണ്ടെങ്കിലും ഈ ഒരു പരിപാടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റും, ഇഷ്ടത്തിന് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചിക്കൻ റെസിപ്പീസിനൊക്കെ എനിക്ക് ഫിഷ് റെസിപ്പീസിനെ കുറച്ചും കൂടെ നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കാനും അവർക്കൊരു കുറച്ചും കൂടെ ഇതായിട്ട് തോന്നും. ചിക്കൻ നമ്മൾ ഒബിയസ്ലി എല്ലാ ഫംഗ്ഷനും, കല്യാണം, പാല് കാഴ്ച, 28, ബർത്ത്ഡേ, എന്തിനു പോയാലും ചിക്കൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു. നമ്മളൊന്ന് സെർവ് ചെയ്യാൻ പോകണം. നമ്മൾ സാലഡ് വെച്ചു, അവിയൽ വെച്ചു, ഇനി നമ്മുടെ പയറ് മെഴുക്കുവരട്ടി. ഓരോ സാധനമായിട്ട് നമ്മൾ സെർവ് ചെയ്ത് പോകുന്നുള്ളൂ. കഴിക്കാനുള്ള വയറന്മാരെല്ലാം റെഡി ആയിരിക്കൊണ്ട് 2 പേരും മതിയില്ല, എന്തിനാ കൂടുതൽ. പിന്നെ ചോറും കൂടി ഇടേണ്ട. ഇനി ഫിഷിൻ്റെ സെർവിങ്ങുകളൊക്കെ അത് നമുക്ക് പൊള്ളിച്ച് തന്നെ വയ്ക്കാം. ഓക്കെ,
കുറച്ച് പീസും കൂടെ, ഗ്രേവി മാത്രം പോരല്ലോ, നമുക്ക് പീസും കൂടെ എടുക്കാം. ആഹാ, ഇനി നമുക്ക് ഇതിനകത്ത് പറച്ചിലും കേൾവിയൊന്നുമില്ല. നിങ്ങൾ കണ്ടോളാം. നമുക്കിനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയാം. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്ത് ഞങ്ങൾ പോവാണേ. ബൈ. ഫോക്കസ് ആണ്, ലോക്ക്ഡ് ആണ്. അനങ്ങല്ലേ? ഓ പൊളിച്ചിടേ. പെട്ടെന്നെടുത്ത വായിൽ വേടാ. എല്ലാം വെച്ച് ഓക്കെ സെറ്റ്. ഒന്നും കൂടെ പിച്ച്. പിച്ച്. അടിക്കുന്നു ചെറുതോ എനിക്ക് ഈ പീസ് വേറെ എനിക്ക് ഇത്രയും വേണ്ട കേട്ടോ. വീട്ടിലോട്ടാ പോണേ, അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വേണേ ആദ്യം അടുത്ത് പോയി ചോദിച്ചാണല്ലേ അത് കരങ്ങാതെ വെള്ളം ഉണ്ടാകും. വരുമ്പച്ച വെള്ളം തന്നെ.